അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നത് കേട്ടോ. ഇന്ന് ആദിക്കുട്ടൻ്റെ ചോറൂണ് നടത്താനായിട്ടുള്ളൊരു പ്ലാനാണ്. ആൺകുട്ടികൾക്ക് 6 മാസം ആവുന്നതിന് മുന്നേ ചോറൂണ് നടത്തണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ചോറൂണ് നടത്തുന്നത്. വളരെ ചെറിയൊരു ചടങ്ങായിട്ടാണ് നമ്മൾ നടത്തിയത്. വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ചടങ്ങായിട്ട് ആദ്യമായിട്ട് ആൾക്ക് ചോറും പായസവും അങ്ങനെ എല്ലാം കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മനുവേട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ അല്ലി ഇതെല്ലാം ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലിക്കും ഇതെല്ലാം പുതിയ കാഴ്ചയാണ്. അല്ലി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അവൻ ആദ്യമേ വെണ്ണയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ചോറൊക്കെ ആൾ അത്ര ഒന്നും എൻജോയ് ചെയ്തൊന്നുമില്ല. അപ്പം ഓരോ ആൾക്കാരും മാറി മാറി ചോറൊക്കെ വെച്ച് കൊടുക്കണം. അപ്പം മനുവേട്ടനാണെങ്കിൽ ഒരു മുതുക്ക് പീസ് വലിയൊരു ഉരുള എടുത്ത് വായിലേക്ക് വെച്ച് കൊടുത്തു. അവൻ അതുപോലെ തന്നെ അത് തുപ്പി കേട്ടോ. കുറച്ചൊക്കെ ചെന്നിട്ടുണ്ടാവും. പിന്നെ അന്ന് അവിടെ ഒരു ചെറിയൊരു കല്യാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു. ഒരു കുഞ്ഞ് ചടങ്ങായിട്ട് നടത്തി. അല്ലിയാണേലും അനിയന് ചോറൊക്കെ വെച്ച് കൊടുത്തു. ഞാനാണേലും അമ്മമാരാണ് ലാസ്റ്റ് ചോറ് കൊടുക്കുന്നതെന്നാണ് അവിടെ അമ്പലത്തിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ ലാസ്റ്റ് അവന് ഒരു കുഞ്ഞ് പീസ്, ഒരു കുഞ്ഞുരുള വെച്ച് വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ കൈയെല്ലാം അവിടെ ഒരു കുഴിയുണ്ട്, അപ്പോൾ അതിലേക്ക് ഇലയെല്ലാം തട്ടണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളതെല്ലാം ചെയ്ത് തിരിച്ച് വന്ന വഴിക്ക് ദാ ഒരാളെ കണ്ടു കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മുടെ അയർലൻഡ് മാമാ. അഖിലാണേലും അയർലൻഡിൽ പോകാനായിട്ട് ഇനി ദിവസങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മഴയെല്ലാം കൂടെ നനഞ്ഞ് എനിക്ക് പണി കിട്ടും, ഞാനിനി തണുപ്പത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ വയ്യാണ്ട് അവിടെ കിടപ്പാവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. എന്തായാലും ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പം മുന്നിൽ അവൻ ബൈക്കിൽ വരുന്നുണ്ട്. ഇതാ പോകുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയായിട്ട് പോവാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അഖിലിനെ കൂടെ കൂട്ടി. അവൻ എന്തായാലും റെയിൻകോട്ടൊക്കെ ഊരി ഞങ്ങൾക്ക് തന്നിട്ട് പിന്നെ മഴ നനഞ്ഞാട്ടോ അങ്ങോട്ട് പോയത്. ഞങ്ങൾ എന്താണ് വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കില്ല അല്ലേ? അങ്ങനെ ഞങ്ങൾ എന്തായാലും അതെ ഞങ്ങൾ ആദിക്കുട്ടൻ്റെ വോയിസ് ഓവർ കേട്ടോ അതെല്ലാം. അപ്പം ഞങ്ങളിതാ വീട്ടിലെത്തി. ഞങ്ങളിനി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുവാണ്, വീഡിയോ ഷൂട്ടൊക്കെ നടത്തുവാണ്. ഓ അല്ലി ചേച്ചിയും വന്നു. ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് ഭയക്കുന്നത്. ഓക്കേ, അപ്പം അങ്ങനെ ഇതാ എൻ്റെ ഇന്നത്തെ വോയിസ് ഓവറിൻ്റെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. കാരണം 2 പേരും എണീറ്റ് വന്നു. ഇനിയിപ്പം വോയിസ് ഓവർ എടുക്കൽ എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.